ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പഴം വെച്ചിട്ട് നല്ല അടിപൊളി സ്നാക്ക് കണ്ടാലോ. ഒട്ടും തന്നെ ഓയിലോ ബട്ടറോ നെയ്യോ ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ 2 ചേരുവ ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം. നല്ല പഴുത്ത പഴമെങ്കിൽ അതെടുത്താലും മതി. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റാം. അധികം ചെറുതാക്കണ്ട. ഇതിനെ നമുക്കൊന്ന് അരച്ച് പേസ്റ്റ് ആക്കാനുള്ളതാണ്. തൊണ്ടയിൽ അല്പം കിച്ച് എങ്ങനെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതാ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ലോണം ഇതൊന്ന് അരച്ച് വരാം. ഈ അരച്ച പേസ്റ്റിനെ നമുക്ക് ഒരു പാനിലോട്ട് മാറ്റി കൊടുക്കാം. നിങ്ങളുടെ പഴത്തിന് നടുവിൽ ഒരു കറുത്ത വിത്തുണ്ടാവില്ല, അത് കൂടുതലാണെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് മാറ്റിയാൽ നന്നായിരിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട്. അതൊഴിച്ചതിന് ശേഷം നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിൽ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ വെക്കണം. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ലൈറ്റായിട്ട് ചൂടാവുന്നത് വരെ ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ അങ്ങനെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. ലൈറ്റായിട്ടൊന്ന് ചൂടാവുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് റവയാണ്. 1/2 കപ്പ് റവയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വറുത്തതല്ലാത്ത റവ ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി തീ വളരെയധികം ഒന്ന് കുറച്ചിട്ട് വേണം ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ റെസിപ്പിയൊക്കെ ഇഷ്ടമായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ അടുത്തുള്ളവർക്ക് ഷെയറും ചെയ്തെടുക്കണം. ഇപ്പോൾ പഴത്തിൻ്റെ സീസണാണല്ലോ, അപ്പോൾ എല്ലാവരും വീട്ടിൽ കാണുന്ന ഒന്നാണല്ലോ പഴം. അപ്പോൾ പഴം വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കുന്നത്. വളരെ എളുപ്പത്തിൽ എല്ലാവരും വീട്ടിൽ കാണുന്ന സാധനം വെച്ചിട്ട് മാത്രമാണ് ഞാൻ റെഡിയാക്കുന്നുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം. കാരണം യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മഞ്ഞൾ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഫുഡ് കളർ ഇഷ്ടമാണെങ്കിൽ ഫുഡ് കളർ ചേർത്താലും മതി. അപ്പോൾ ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തീ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/2 സ്പൂൺ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 1 സ്പൂൺ തന്നെ എടുക്കാം കേട്ടോ. എന്നെല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ റവ നല്ലോണം ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോളാക്കി മാറ്റാം ഇതിനെ ഫുള്ളായിട്ട്. ഇപ്പം ഞാൻ ബോളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക. അതിലോട്ട് ഒരല്പം പൊടി ഇട്ടിട്ടുണ്ട്. മൈദയോ അരിപ്പൊടി ഏത് വേണേലും എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരെണ്ണം അതിൽ വെച്ച് കൊടുത്തിട്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റോളർ ഉണ്ടെങ്കിൽ റോളർ വെച്ചിട്ട് പരത്തിയെടുത്താലും മതി. അതില്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും. ഇങ്ങനെ ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു മൂടി വെച്ചിട്ട് ഷേപ്പാക്കി കൊടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഷേപ്പാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കൂടുതലുള്ള പൊടി ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എത്രത്തോളം വേണം അത്രയും നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം മിഡിലായിട്ട്. എന്നിട്ട് പുറത്ത് പോകാതെ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒന്നിങ്ങനെ മൂൺ ഷേപ്പിൽ മടക്കിയെടുക്കാം. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. റവ ഇതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഒട്ടിക്കിട്ടും. ഇനി നമുക്ക് ഒരു ഡിസൈൻ അടയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, പിരിയഡ എന്ന് പറയും നമ്മുടെ നാട്ടിൽ, അതേപോലത്തെ ഒരു ഡിസൈൻ കൊടുത്താൽ മതി. ഇങ്ങനെ അറിയുന്നില്ലെങ്കിൽ ഇങ്ങനെ ആക്കേണ്ട, ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ലോക്കായിട്ട് തന്നെ അവിടെ ഇരുന്നോളും. ഇതിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാനും എളുപ്പമാണ്. ഇങ്ങനെ അറിയാത്തവർക്ക് അറിയുന്നില്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഡിസൈൻ ആക്കി കൊടുത്താൽ മതി.
അങ്ങനെ ഇതേപോലെ ആക്കിയെടുക്കാം. ബാക്കിയുള്ളതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വെക്കാം. അതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചൂടാറിയിട്ട് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്.